പല സുഹൃത്തുക്കളെ, ഇന്ന് പറയാൻ പോകുന്നത് പ്രശസ്ത നടൻ മോഹൻലാലിൻ്റെ മകൾ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയെക്കുറിച്ച്. തുടക്കം. ഇതിനെക്കുറിച്ച് കുറേ ദിവസമായിട്ട് ചാനലുകളിൽ ഇതിൻ്റെ സംസാരം, മോഹൻലാലിൻ്റെ മകൾ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ മോഹൻലാലിൻ്റെ മകൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അഭിനയിക്കുന്ന പടാണിത്. അല്ലാതെ ഷീലയോ ജയഭാരതിയോ ശാരദയോ ഒന്നും ആകാൻ വേണ്ടിയിട്ട് അഭിനയിക്കാൻ വരുന്നതൊന്നുമല്ല ഇത്. ഒരു അച്ഛൻ നടനായതുകൊണ്ട് ഒരു മകൾക്കൊരാഗ്രഹം സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെ 1-2 പടത്തിൽ അഭിനയിച്ചിട്ട് പോകും. അത് ജനങ്ങൾക്കറിയില്ല. ഈ പൊട്ട ഫാൻസ് വിചാരിക്കുന്നത് മോഹൻലാലിൻ്റെ മകൾ മോഹൻലാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ വന്നിട്ട് സൂപ്പർ സ്റ്റാർ ആയതുപോലെ മകൾ ഈ പടത്തിലൂടെ വന്നിട്ട് ലേഡി സൂപ്പർ സ്റ്റാർ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. അത് അറിയാത്ത ഈ പൊട്ട ഫാൻസിന് അറിയില്ല. ഇതൊരു കുട്ടിക്കളി പോലെ അഭിനയിക്കുന്നതാണ് മോഹൻലാലിൻ്റെ മോള്. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഷീലയും ജയഭാരതി ആയെന്ന് അഭിനയിക്കുന്നതല്ല. അപ്പോൾ തുടക്കത്തിൽ ആ മോഹൻലാലിൻ്റെ മകൾ നന്നായിട്ട് അഭിനയിച്ചില്ല. ഇപ്പോൾ അടുത്ത് നന്നായിട്ട് അഭിനയിക്കുന്ന പറഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് കുട്ടികളെ അഭിനയം ഉണ്ടല്ലോ. അതിപ്പോൾ ബേബി സുമതി കുറച്ച് വലുതായി കഴിഞ്ഞാൽ അഭിനയിക്കുന്നെല്ലാം പോലെ ഒരു കുട്ടിത്തം തോന്നുന്ന ഒരു നായിക നടി എന്നൊന്നും പറഞ്ഞുകൂടാ. സാധാരണ വലിയ മഞ്ജു വാര്യർ അങ്ങനത്തെ നടിയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സന്തോഷത്തിന് സിനിമയായിട്ട് ബന്ധപ്പെട്ട് അഭിനയിച്ചത് അത്രയേ ഉള്ളൂ. 1-2 പടത്തിൽ അഭിനയിച്ച് എനിക്കതൊന്നുമില്ല അഭിനയിക്കുകയും ചെയ്യാമെന്ന്. ഇപ്പോൾ പ്രിയദർശൻ്റെ മകൾ വന്നിട്ട് തന്നെ കല്യാണീൻ്റെ പടത്തിന് ആദ്യത്ത് ഭയങ്കര 100 കോടി 500 കോടി എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ കല്യാണീൻ്റെ അഡ്രസ്സേ ഇല്ല. ഇപ്പം കല്യാണിയും ഇല്ല, മാധവിയും ഇല്ല, ആരുമില്ല. അതേപോലെ ഇപ്പോൾ ഈ വിസ്മയ എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടി അഭിനയിക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. അതിനാണ് ഇവരെല്ലാം കൂടിയിട്ട് ഭയങ്കരമായിട്ട് മോഹൻലാലിൻ്റെ മകൾ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് പടം മോശമൊന്നുമില്ല. പടം സാധാരണ നല്ല പടം തന്നെ. മോഹൻലാലൊന്നും ഇതിൽ അഭിനയിക്കണ്ട. മോഹൻലാലിപ്പോൾ ഇത് ഫാസിലിൻ്റെ മകൻ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചിട്ട് കയ്യത്തും ദൂരത്തെന്ന് പറഞ്ഞാൽ അതിൽ മമ്മൂട്ടി കുറച്ച് അഭിനയിച്ചതുപോലെ അങ്ങനെ കണ്ടിട്ടെങ്കിൽ അഥവാ ഈ മകൾ പരാജയപ്പെട്ടു പോയാൽ മോഹൻലാലിൻ്റെ പേരിൽ കുറച്ചാളെയും കണ്ടുവിട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഭിനയിച്ചാൽ സത്യത്തിൽ മോഹൻലാൽ അഭിനയിക്കൊന്നും വേണ്ട. മോഹൻലാലിൻ്റെ മകളുടെ തുടക്കത്തിൽ ഒരുവിധ ആളും കാണും. മോഹൻലാൽ ഫാൻസെല്ലാം അല്ലെങ്കിൽ എല്ലാത്ത ആളും കാണും. ഒന്ന് വെറുതെ രസത്തിന് കാണാൻ പോകും, അല്ലാതെ വലിയ നടിയാകുന്നതുകൊണ്ട് കാണാൻ പോകുന്നൊന്നുമല്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു ആക്ഷൻ ഹീറോയിൻ വേണമെങ്കിൽ പറയാം. ആക്ഷൻ ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തോടെ തന്നെ വേറെ ആക്ഷൻ ഹീറോ വിജയശാന്തി ഇപ്പോഴത്തെ ആക്ഷൻ ഹീറോയിനൊന്നുമല്ല. ഇപ്പോൾ വിജയശാന്തി ആക്ഷൻ ഹീറോയിൻ എന്ന് വെച്ചാൽ വിജയശാന്തിക്ക് ഐറ്റം വെയിറ്റുള്ള ഒരു ഹീറോയിന് ആണ്ട് ലുക്കിലുള്ള ഒരു പക്വതയുള്ള ആളെന്നല്ല. അപ്പോൾ ഈ കുട്ടി എന്ത് ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാലും ആക്ഷൻ ഹീറോയിനൊന്നും ആവില്ല. പക്ഷേ ഈ പടത്തിൽ നല്ല ആക്ഷൻ, അത്രേ പറയാൻ പറ്റും. 2ാമത്തെ പടം 3ാമത്തെ പടം ഈ ആക്ഷൻ 2 പടത്തിലാൾ ഈ ആക്ഷൻ കാണും. 3ാമത്തെ പടം കാണുമ്പോൾ ആൾക്ക് മടുക്കും, പിന്നെ കാണുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവരൊരു രസത്തിന് ഒരു പടത്തിൽ അഭിനയിച്ചതേ ഉള്ളൂ. അല്ലാണ്ട് ഷീലയും ജയഭാരതിയും ഒന്നും ആകാൻ വേണ്ടിയിട്ട് അഭിനയിച്ചതല്ല മോഹൻലാലിൻ്റെ മകൾ. ഓക്കെ.